തകുൻ കല്ലൻ അലൽ ഗൈർ, നിങ്ങൾ ഒരാൾക്ക് ഭാരമായി ജീവിക്കല്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്ന ഒരാൾ, നബിയെ വല്ലതും തരണേ, നോക്കുമ്പോ നല്ല ആരോഗ്യമുള്ള ആളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരൊറ്റ വാക്കാണ്, ലാ തഹില്ലു സ്വദഖ ലിഗനിയിൻ വലാ ലിദീ മിർറത്തിൻ സബീ. ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഹില്ലു സ്വദഖ, സ്വദഖ ജായിസല്ല, ലിഗനിയിൻ, ഒരു മുതലാളിക്ക് സ്വദഖ കൊടുത്താൽ സ്വദഖ ജായിസാവുകയില്ല. മുതലാളിയായ ആൾക്ക് സ്വദഖ കൊടുക്കാൻ, സ്വദഖ ജായിസല്ല, മുതലാളിക്ക് വാങ്ങിക്കാൻ പാടില്ല. വലാ ലിദീ മിർറത്തിൻ സബീൽ, നല്ല ആരോഗ്യമുള്ള ഒരാൾ, ജോലി ചെയ്യാൻ സൗകര്യമുള്ള ഒരാൾ, അധ്വാനിക്കാൻ വകയുള്ള ഒരാൾ അധ്വാനിക്കാതെ കിടന്നിട്ട് ആ മനുഷ്യൻ ഇസ്ലാമിന്റെ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളതല്ല. ആരോഗ്യമുള്ളവൻ പോയി ജോലി ചെയ്യട്ടെ, അവൻ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് അവന് മതിയാവാതെ വരികയാണ്, അയാൾക്ക് കൊടുക്കാം. ഒരു പണിയും ചെയ്യാതെ നല്ല ആരോഗ്യവാനാണ്, യാചിച്ച് നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും സിഗ്നലുകളിലും യാചിച്ച് നടക്കുന്ന ആളുകൾ, അവർക്ക് കൊടുക്കരുതേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുമ്പിലേക്ക് വന്നില്ലേ, തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യനോട് നിനക്ക് എന്തുണ്ടോ? നബിയെ, എനിക്കൊരു പുതപ്പുണ്ട്, ഒരു പാത്രവുമുണ്ട്, കൊണ്ടുപോയി വിൽക്ക്, മദീനയിൽ കൊണ്ടുപോയി വിൽക്ക്. ആര് വാങ്ങും നബിയെ? നീ കൊണ്ടുപോയി വിൽക്ക്. വിറ്റിട്ട് ഏതാനും നാണയത്തിട്ട് കൊണ്ടുവന്നിട്ട് തങ്ങൾ പറഞ്ഞെന്താ, നീ പോയിട്ടൊരു മഴ വാങ്ങിച്ചു വാ, പോയി വിറക് വെട്ട് മലയിലേക്ക് ചെല്ല്, മരുഭൂമിയിൽ ഉണ്ടാകുന്ന ആ ഒരു മുള്ളുകളുള്ള മരമുണ്ടല്ലോ, അതൊക്കെ വെട്ടി നുറുക്കി വിറകാക്കി കൊണ്ടുവന്നിട്ട് കച്ചവടക്കാർക്ക് വിൽക്ക്. നിങ്ങളൊരാൾ വിറക് വെട്ടിയായി ജീവിക്കുന്നത്, രാവിലെ പോയി വൈകുന്നേരം വരെ അധ്വാനിച്ച് വിറക് ചുമട് കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നതിനേക്കാളും ഹൈറ്. അത് മാത്രമല്ല, യാചന സൈനുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അതൊരു അടയാളമാണ്. യാചന നടത്തിയിരുന്ന ആളുകളുടെ മുഖത്തതിന്റെ അടയാളം പ്രകടമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാചിക്കാൻ ഇറങ്ങാൻ പാടില്ല. പക്ഷെ ഉമ്മത്തിനൊരു ബാധ്യതയുണ്ട്. ഒരാൾ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടിലാണ്, കുടുക്കിലാണ്, പ്രയാസത്തിലാണ്, അവരെ നമ്മൾ പോയി സഹായിക്കണം. ആ സഹായത്തിന് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ അവർക്ക് വിസിറ്റ് വരേണ്ടി വരും. എന്തിനെ? യാചിക്കാൻ വേണ്ടി. അത് നമ്മൾ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതിന്റെ മുമ്പേ അവർക്ക് നല്ല ഇസ്സത്തുള്ള ഒരു അനുഭവം ഉണ്ടാവാൻ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടണം എന്ന് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ഹൻബലി മദ്ഹബിന്റെ ഇമാമാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പള്ളിയിൽ പോയിരുന്ന് ഞാനൊരു ജോലിയും ചെയ്യില്ല, എന്റെ ഭക്ഷണം എന്റെ മുമ്പിലേക്ക് കടന്നു വരട്ടെ എന്ന് ചിന്തിച്ച് പള്ളിയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് പറയുന്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു? പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരെ കുറിച്ചല്ലേ പറഞ്ഞത്. അവരധ്വാനിക്കുകയാണ്, അവരുടെ കുടുംബത്തെ നാട്ടിൽ നിർത്തിയിട്ട് അവർ നമ്മുടെ മഹല്ലുകളിൽ താമസിക്കുകയും മദ്രസകളും പള്ളികളും നടത്തിപ്പ് അതുമായി ബന്ധപ്പെട്ട അമലുകളിൽ വ്യാപൃതരാണ്. ഒരാളെ പള്ളിയിൽ പോയിരിക്കാൻ, ഉസ്താദിന് ചോറ് വരുമല്ലോ, എനിക്കത് കിട്ടിയാൽ മതി, ഈ ഏർപ്പാടുകൾ. അങ്ങനത്തെ ആൾക്കാരൊന്നും മുണ്ടേരിലുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഈ വിഷയം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ കയ്യും കെട്ടിയിരിക്കുക, എന്തെങ്കിലും വരുമ്പോ കിട്ടട്ടെ. പള്ളികളിൽ ഹലക്കകളായിരിക്കുന്നവരെ, ജോലി ചെയ്യാതിരിക്കുന്നവരെ ആരെങ്കിലും തരുന്നത് കൊണ്ട് ആരോഗ്യമുള്ള ആളുകൾ ഇത് ചെയ്യരുത്. അവർ പോയി ജോലി ചെയ്യണം. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, പള്ളിയിൽ ഇങ്ങനെ കയ്യും കെട്ടിയിരുന്നിട്ട് എന്റെ ഭക്ഷണം എന്റെ മുമ്പിലേക്ക് വരട്ടെ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് പറയുന്നു? പള്ളിയിലായിരിക്കണത്, വീട്ടിൽ തന്നെ കൈകെട്ടിയിരിക്കണെ പറ്റി പിന്നെ എന്താ പറയാ? പള്ളിയിൽ പോയിട്ട് കൈകെട്ടിരിക്കാൻ മിനിമം എഴുത്തുകാബിന്റെ കൂലിയെങ്കിലും ഉണ്ടാവും അല്ലെ? അത് ശരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ വീട്ടിൽ തന്നെ കയ്യും കെട്ടിയിരിക്കുന്ന ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം കഴിഞ്ഞവരെ വാപ്പ അയച്ചു തരുന്നുണ്ടല്ലോ, ഇനി എന്തിന് ഞാൻ അധ്വാനിക്കണം? ജ്യേഷ്ഠം തരുന്നുണ്ടല്ലോ എമ്പാടും, ഇനി ഞാൻ എന്തിന് അധ്വാനിക്കണം? അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, ജാഹിലായ മനുഷ്യനാണ് ഇയാളെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അമാ സമിഅ ഖൗലൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടിട്ടില്ലയോ? ജുഇല റിസ്ഖി തഹ്ത ദില്ലി റുംഹി, ജുഇല റിസ്ഖി തഹ്ത ദില്ലി റുംഹി, എന്റെ കുന്തമുനയുടെ നിഴലിലാണ് എന്റെ റിസ്ഖ് അല്ലാഹു തന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാഇന് മുമ്പ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്ന അംബിയാക്കന്മാർക്ക് യുദ്ധങ്ങളിൽ കിട്ടുന്ന യുദ്ധമുതലുകൾ, ഗനീമത്തുകൾ ജായിസല്ലായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനത് ജായിസാക്കി കൊടുത്തു. സ്വഹാബത്തിനത് ജായിസാണ്. യുദ്ധത്തിൽ സംബന്ധിക്കുന്നവർക്ക് ഗനീമത്ത് കിട്ടും. എന്റെ ഉമ്മത്ത്, ത്യാഗം ചെയ്യുന്ന എന്റെ ഉമ്മത്ത്, അവരെ പുരത്തിയോടിക്കാൻ വരുന്ന ശത്രുക്കളോട് തിരിച്ചവർക്ക് മറുപടി കൊടുക്കാൻ കുന്തമുനകളെടുത്ത് ഞാൻ പോകുന്നത് എനിക്ക് അല്ലാഹുവിലൂടെ റിസ്ക് തരുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിബിധങ്ങൾ പറയുമ്പോൾ ഓർക്കണം. ഏതെങ്കിലും ഒരു സമൂഹത്തെ പോയി ആക്രമിച്ചുകൊണ്ട് ഭക്ഷണം വാങ്ങണമെന്നല്ല ഹബീബി പറയുന്നത്. ഇസ്ലാമിക യുദ്ധങ്ങൾ പ്രതിരോധങ്ങളായിരുന്നുവല്ലോ, പ്രതിരോധങ്ങളാണ്. ഇസ്ലാം എവിടെയാ യുദ്ധം പോയി തുടങ്ങിയത്? ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരെ പ്രതിരോധിക്കുവാനാണല്ലോ അല്ലാഹുവിന്റെ ഹബീബും സഹാബത്തും പോയത്. ആ പ്രതിരോധത്തിൽ എനിക്ക് റിസ്ഖുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പോലും റിസ്ഖ് അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നെ എങ്ങനെയാ പള്ളിയിൽ കയ്യും കെട്ടിയിരിക്കുക, എന്റെ റിസ്ക് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ വാക്കുണ്ട്, ലാ യഖഉദന്ന അഹദുകും അൻ തലബിർ റിസ്ഖി. ഭക്ഷണം അന്വേഷിക്കാതെ, ജോലി അന്വേഷിച്ചു പോവാതെ, ഒരു ഇന്റർവ്യൂവിന് പോവാതെ, ഒരു കമ്പനിക്ക് ഇന്റർവ്യൂ കൊടുക്കാതെ, അവർക്കൊരു CV അയച്ചു കൊടുക്കാതെ, ഒരു ബയോഡാറ്റ ഉണ്ടാക്കി കൊടുക്കാതെ, ആരോടെങ്കിലും ജോലി വേണമെന്ന് പറയാതെ, ഒന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ ഇരിക്കരുത്. അല്ലാഹുമ്മ ർസുഖ്നി, എനിക്ക് ഭക്ഷണം താ പടച്ചവനെ എന്നിങ്ങനെ ദുആ ചെയ്തിരിക്കാൻ ഒരു പണിയും ഇവൻ ചെയ്യുന്നില്ല. ഗൾഫുകാരായ ആളുകൾക്ക് ശരിക്കറിയും. നാട്ടിൽ നിന്ന് വിസിറ്റ് വന്നിട്ട് 4 ബ്ലാങ്കറ്റ് എടുത്ത് മൂടി പുതച്ചുറങ്ങുന്നവരുണ്ട്. 2 മാസത്തെ വിസിറ്റാണ്. 2 മാസം കുബൂസും കറിയൊക്കെ കൂട്ടിയിട്ട് കിടന്നുറങ്ങുക. ജോലിയാ പിന്നെ വരും. ആര് വരും? ആര് കൊണ്ടുവരും? അധ്വാനിക്കാതെ മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുന്നവര് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല. മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ബെഡ് താഴെ പിടിച്ചു കൊണ്ടുപോയി ഇടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ആ നിലക്ക് കൂർക്കം വലിച്ചുറങ്ങാൻ കൂടുതലുള്ള ആളുകളൊക്കെ ജോലിക്ക് പോയുമ്പോ ഇവന് താഴെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറിയിട്ട് തന്റെ CV കൊടുക്കാൻ പോലും വയ്യ. അവൻ അങ്ങനെ 2 മാസം ഉറങ്ങി തീർത്ത് അടുത്ത വിസിറ്റ് പിന്നിൽ വരും. ഇങ്ങനെ പോകുന്ന ചില മഹാന്മാരുണ്ട്. ശരീഅത്ത് ഇഷ്ടപ്പെടാത്തതാണത്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്. റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ സ്വഹാബിയാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുന്ന വാക്കാണിത്, നിങ്ങളാരും ജോലി അന്വേഷിക്കാതെ വീട്ടിലിരിക്കല്ലേ. എന്നിട്ട് അവൻ പറയുന്നത്, അല്ലാഹുമ്മ ർസുഖ്നി, പടച്ചവനെ എനിക്ക് ഭക്ഷണം താ എന്നും പറഞ്ഞ് കയ്യും കെട്ടി നിൽക്കല്ലേ. നിങ്ങൾക്കറിയുമല്ലോ ആകാശത്തുനിന്ന് മഴ വരുമ്പോ സ്വർണമോ വെള്ളിയോ മഴ പെയ്യാറില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ. ഇത് എന്ത് വിചാരിച്ചാണ് കാത്തിരിക്കുന്നത് എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധ്വാനിക്കണം എന്ന് ഈ ഉമ്മത്തിന്റെ ചെറുപ്പക്കാരോട്, ഈ ഉമ്മത്തിന്റെ രക്ഷിതാക്കളോട്, മക്കളോട് അല്ലാഹുവിന്റെ ദീനിന്റെ ആജ്ഞയാണത്. അങ്ങനെ വരുമ്പോ അല്ലാഹു തആലയോട് തവക്കുൽ ചെയ്യാൻ പാടില്ല എന്നാണോ ഇതിനർത്ഥമെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. തവക്കുലാക്കണമെന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്? അല്ലാഹു തരുമെന്ന് പ്രതീക്ഷിക്കണ്ടേ? എന്നാ പിന്നെ അങ്ങനെ നടന്നാലും അല്ലാഹു തരൂലേ? ഇതൊക്കെ ശരിയാണ്. അതിനൊരു മറുപടിയുണ്ട്. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് സംശയം ചോദിക്കാൻ വന്നതാണ്. നബിയുടെ പള്ളിയിലേക്ക് വരുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, എന്റെ ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ നബിയെ? അതല്ല, എന്റെ ഒട്ടകത്തെ മരുഭൂമിയിൽ അവിടെ നിർത്തിയിട്ട് അല്ലാഹു കാക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നാൽ മതിയോ? എന്ത് ചെയ്യണം? എന്റെ വാഹനം പാർക്ക് ചെയ്യണോ? ഒട്ടകത്തെ കെട്ടിയിടണോ? അതല്ല, അല്ലാഹു നോക്കിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ ഒട്ടകത്തെ കെട്ടിയിടാതെ പോരയണമോ? നല്ല രസമുള്ള ചോദ്യമാണല്ലേ. ഇതാണ് അത്ഭുതം. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലെ അത്ഭുതം ഇതാണ്. എന്തൊക്കെയോ രസകരമായ ചോദ്യങ്ങൾ നമുക്ക് വേണ്ടി അവർ ചോദിച്ചു കഴിഞ്ഞു. അപ്പോ എന്ത് വേണം നബിയെ? ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ? അതല്ല അങ്ങനെ ഇട്ടുപോന്നാൽ മതിയോ? സ്വാഭാവികമായൊരു ചോദ്യം. ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? സ്വഹാബിയുടെ ചോദ്യം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നബിയെ, ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചു പോരണോ? തവക്കുലാക്കി പോരണോ? അല്ല, എന്റെ ഒട്ടകത്തെ കെട്ടിയിടണോ? കെട്ടിയിടാതിരുന്നാൽ ഈ ഒട്ടകം ചിലപ്പോ പോയി പോകും. പിന്നെ കാറിന്റെ പോലെ അമ്പ്രപ്പേറ്റൊന്നുമില്ലല്ലോ. ഏതെങ്കിലും അത് ഇന്റേതാന്ന് പറഞ്ഞു കൊണ്ടുപോയ തന്നെ. അപ്പോ ഞാനിത് കെട്ടിയിടണോ നബി? അതല്ല അള്ളാഹിനെ ഏൽപ്പിച്ചു പോരണോ എന്നാ ചോദ്യം. ഹബീബിന്റെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഅഖിൽഹാ വതവക്കൽ, നിങ്ങൾ അതിനെ കെട്ടിയിട്ടിട്ട് അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് പോരെ.
കെട്ടിയിടണം, ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. കാരണം കെട്ടിയ ഒട്ടകത്തെ ചിലപ്പോൾ ഒരാൾ ഐശ്വര്യം ചെയ്യുന്നു വരും, അങ്ങനല്ലേ? വീട്ടിന് മുമ്പിൽ പാർക്ക് ചെയ്ത കാറൊക്കെ കള്ളന്മാരെടുത്തുകൊണ്ടോന്നില്ലേ? അത് പിന്നെ തവക്കുലാക്കിയിട്ട് വിട്, അത് അള്ളാഹുവിന്റെ ഖലാവ് പോലെ വരും. നീ എന്താ നിന്റെ വാഹനത്തെ നീ ചെയ്യേണ്ട ഡ്യൂട്ടി നീ ചെയ്യണം. ബാക്കി അലല്ലാഹ് അലൽ അബ്ദി അൽ അഖ്ദു ബിൽ അസ്ബാബ് വഅലല്ലാഹി ഫത്ഹുൽ അബ്വാബ്. അടിമകളായ നമ്മൾ ചെയ്യേണ്ട ബാധ്യത ചെയ്യണം. ഒരു കാര്യത്തിന്റെ അസ്ബാബുകൾ നമ്മൾ സ്വീകരിക്കണം, കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. കാര്യം നടത്തിത്തരുന്നത് മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹു വഅലല്ലാഹി ഫത്ഹുൽ അബ്വാബ്. വാതിലുകൾ തുറന്നു തരുന്നത് അല്ലാഹുവാൻ. നമ്മൾ അസ്ബാബുകൾ സ്വീകരിക്കണം, അല്ലാഹു അബ്വാബുകൾ തുറന്നു തരും. അങ്ങനെ ഉലമാ പഠിപ്പിക്കുന്നത്. അപ്പോ അതൊന്നും തവക്കുലിനെതിരല്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിൽ പ്ലാഗ് രോഗമുണ്ടായി, പകർച്ചവ്യാധി ഉണ്ടായി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിറക്കിയില്ലേ? എന്താ ഉത്തരവ്? മദീനക്കാരായ ആരും മദീനക്ക് പുറത്തു പോകരുത്. പ്ലാഗ് രോഗമാണ്, പകർന്നു പിടിക്കുന്ന രോഗമാണ്, പകർച്ചവ്യാധിയുള്ളതാണ്. നമ്മൾ പറയില്ലേ കുട്ടികൾക്ക് എന്താ പറയാ, ചിക്കൻ പോക്സ് ഒക്കെ ഉണ്ടായ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ട, അങ്ങനെ പറയാറില്ലേ? കുട്ടികളെ പറഞ്ഞേക്കാറുണ്ടോ ചിക്കൻ പോക്സോടുകൂടെ? എന്റെ കുട്ടിക്ക് ഉണ്ടായി സർവ്വമൊക്കെ ഉണ്ടാകട്ടെ എന്ന് അങ്ങനെ വിചാരിക്കണന്മാരുണ്ടോ? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, മദീനക്കാരും മദീനത്തേക്ക് പുറത്തു പോകണ്ട, മദീനയുടെ പുറത്തുള്ളവരാരും ഈ രോഗം മാറുന്നവരെ ഇതിന്റെ അകത്തേക്ക് കടക്കുകയും വേണ്ട. അപ്പോഴാണ് ചില ആളുകൾ ചോദിച്ചത്, സൽമാനുൽ ഫാരിസി തങ്ങളടക്കമുള്ളവർ, യാ ഉമറു, ഉമർ എന്നവരെ അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന്, ഖളാഇൽ നിന്ന് ഓടുകയാണോ ഉമർ എന്നവരെ? അള്ളാഹുവിന്റെ ഖദറുണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ, അള്ളാഹിന്റെ ഖളാ ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ. മദീനക്കാര് പുറത്തു പോയാൽ എന്താണ്, പുറത്തുള്ളവർ അകത്ത് വന്നാൽ എന്താണ്? അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭനായ ഫാറൂഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്. അല്ലാഹുവിന്റെ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്കാണ് നമ്മൾ ഓടുന്നത്, രണ്ടും അല്ലാഹുവിന്റെ ഖദറാണ് എന്ന് പഠിപ്പിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. രണ്ടും അല്ലാഹുവിന്റെ ഖദർ തന്നെ. നമ്മൾ അസ്ബാബുകൾ ചെയ്യണം, ബാക്കി അല്ലാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്യണം. നമ്മൾ അസ്ബാബുകൾ ചെയ്യണം. അബ്വാബുകൾ തുറന്നിരുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് മനുഷ്യരെ അധ്വാനിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കുകയാണ്. കാന ദാവൂദ് അലൈഹിസ്സലാം ജറാദാ. ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പിന്റെ പടയങ്കി ഉണ്ടാക്കുന്നവരായിരുന്നു. വകാന ആദം ഹറാസൻ. ആദം നബി അലൈഹിസ്സലാം കൃഷിപ്പണിയെടുത്ത ആളാണ്. 60 മുഴം നീളമുള്ള മഹാനായിരുന്നു സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. 1000 വർഷം ജീവിച്ച നബിയാണ്. ആ ആദം നബി അത്രയും കാലം ചെയ്ത അധ്വാനം ഹറാസൻ, ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തവരാണ് ആദം നബി അലൈഹിസ്സലാം. ഫാമർ. ആദം നബി അലൈഹിസ്സലാം ഒരു സാരി ആയിരുന്നു, ഹാരിസ് ആയിരുന്നു മഹാനായ ആദം നബി അലൈഹിസ്സലാം. വകാന നൂഹുൻ നജ്ജാറൻ. നൂഹ് നബി അലൈഹിസ്സലാം ഒരു കാർപ്പന്റർ ആയിരുന്നു, ആശാരിപ്പണി എടുത്തിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം. അതൊക്കെ മോശപ്പെട്ട നമ്മൾ വിചാരിച്ച ആകെ നമുക്ക് പറ്റിയ പണി ഗൾഫ് പോലാണെന്നാ. ആശാരിപ്പണിയും പറ്റും, കൊല്ലന്റെ പണിയും പറ്റും, കൃഷിപ്പണിയും നമുക്ക് പറ്റും. ഒക്കെ ചെയ്താൽ കൂലി കിട്ടും. ചെയ്തതാണ്. വകാന ഇദ്രീസ് ഖയ്യാസൻ. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം ടൈലറായിരുന്നു. ബഹുമാനപ്പെട്ടവർ വസ്ത്രം തുന്നുന്നവരായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാം. വകാന മൂസ റാഇയൻ. മൂസാ നബി അലൈഹിസ്സലാം ആടുമാടുകളെ മേച്ചു നടക്കുന്ന ഒരു ഷെപ്പേർഡായിരുന്നു മഹാനായ മൂസ നബി അലൈഹിസ്സലാം. അമ്പിയാക്കളിൽ പ്രഗൽഭരായ നബി മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന വിട്ട് മക്ക വിട്ട് പുറത്തുപോയത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഒരു യാത്രക്ക്. നബി തങ്ങളുടെ വിവാഹത്തിന്റെ മുമ്പ്, അതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ കച്ചവടം ഇഷ്ടപ്പെട്ടു. എന്നാൽ നുബുവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വന്നതിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ ശ്രദ്ധയും ദഅവത്തിന് കേന്ദ്രീകരിക്കേണ്ടി വന്നു. കാരണം അമ്പിയാക്കന്മാർ അവരവരുടെ നാട്ടിലേക്ക് നബിമാരായി വന്നവരാണെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് മുഴുവനിലേക്കും മനുഷ്യ സമൂഹത്തിലേക്ക് ഈ ലോകത്തിലേക്ക് ഒന്നാകെ വന്ന നബിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉത്തരവാദിത്തം വലുതായിരുന്നു.
ഹബീബിന് അല്ലാഹു തആല ശത്രുക്കൾ കൊണ്ടുവരുന്ന യുദ്ധത്തിന് മറുപടി കൊടുക്കാൻ പോകുന്നതിലൂടെ ജുഅല റിസ്ഖി തഹ്ത ളിൽ റുംഹി, എന്റെ കുന്തമുനയുടെ നേളിന്റെ താഴെ എനിക്ക് അല്ലാഹു റിസ്ഖ് തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.